ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പം സാധാരണയായിട്ട് എഴുന്നേൽക്കുന്നതിലും കുറച്ച് ലേറ്റായിട്ടായിരിക്കും രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ സിമ്പിളാക്കാനേ നോക്കത്തുള്ളൂ. കാരണം ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കിന്ന് ജോലിയുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ജോലിയുണ്ട്. അപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പണ്ട്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉപ്മാവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ട റെസിപ്പിയാണത്. അതിൽ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട്, ഇപ്പോൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല, പക്ഷേ ഇവിടെ എല്ലാവർക്കും എൻ്റെ ഉപ്മാവ് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കും. അതുപോലെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് കറി പോലും വേണ്ട, അത്രയും നല്ലൊരു ഉപ്മാവ് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കും അത് ഉണ്ടാക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റ് തരാൻ മറക്കരുത്. അപ്പോഴൊക്കെ നമുക്ക് വീഡിയോ കാണാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി അളവ് കപ്പിന് ഞാൻ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയൊരു തീയിൽ ഈ ഉരുളി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വാങ്ങിക്കുന്ന റവ വറുത്തതായാലും വറുക്കാത്തതായാലും നമ്മളൊന്ന് വീട്ടിൽ വറുത്തിട്ട് വേണം ഉണ്ടാക്കാൻ, എന്നാലേ അതൊരു നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അത് ചൂടാവുന്നതിന് വരെ തീ കുറച്ച് വെച്ച് വറുത്ത് നമുക്ക് മാറ്റി വെക്കണം. ഓവറായിട്ട് ചൂടായിട്ട് അത് കരിഞ്ഞു പോകരുത്. അപ്പോൾ റവ നല്ലതുപോലെ ചൂടായി. അപ്പോൾ ഞാനിത് ഓഫാക്കുവാണ്. ഇത് ഉരുളിയിൽ നമുക്ക് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ റവ മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. ഇപ്രാവശ്യം ഞാൻ നെയ്യിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. നെയ്യിൽ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്യ് ചൂടായപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്നുപരിപ്പോ കടലപ്പരിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഉപ്മാവ് കഴിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 കൊച്ചുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്, 2 2.5 ചേർക്കാം കേട്ടോ. ഇതെല്ലാം ഇതേപോലെ ചെറുതായിട്ട് വേണം, അതായത് നുറുക്കി അരിയണം കേട്ടോ. അതായത് ഉപ്മാവ് കഴിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ വലുതായിട്ട് കിടന്നു കഴിഞ്ഞാൽ കടിക്കുമ്പോൾ ഒരു അരുചിയായിപ്പോവും. അതുകൊണ്ട് ഇതേപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് വാടി. ഇതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു ചെറിയ ക്യാരറ്റിൻ്റെ ഒരു ചെറിയ പീസ് ഇത് ഇതേപോലെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ വേണം എല്ലാം അരിയാൻ കേട്ടോ, ഒരുപാട് വലുതായിട്ട് അരിയല്ലേ. നമ്മുടെ ഉപ്മാവിന് നല്ലൊരു കളർ കിട്ടും, അതിനാണ് ഈ ക്യാരറ്റ് ചേർക്കുന്നത്. പിന്നെ ഹെൽത്തിയുമാണല്ലോ. ഇപ്പോൾ ഇഞ്ചി പച്ചമുളക് ഇതൊന്നും നമ്മൾ ഒരുപാടങ്ങ് മൂക്കണ്ട, അതുപോലെ ബ്രൗൺ നിറമൊന്നും ആവണ്ട ഉള്ളിയൊന്നും. നല്ല പച്ചമണം മാറി നല്ലതുപോലെ ഒന്ന് വാടിയാൽ മതി കേട്ടോ. അപ്പം ഇത്ര മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 2.5, 3, 4 ഒക്കെ ചേർക്കാം. തേങ്ങ ഇതിൽ ചേർക്കുമ്പോഴേ പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള ഉപ്മാവ് വേണമെങ്കിൽ നമ്മൾ 2 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം, 1.5 കപ്പാണെങ്കിൽ 1.5 കപ്പ് വെള്ളം, അങ്ങനെ എടുക്കേണ്ടത്. ഇത് ഞാനൊരു ഇച്ചിരി കുറച്ചും കൂടെ സോഫ്റ്റായിട്ടിരിക്കുന്നൊരു ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.25 കപ്പ് വെള്ളമാണ് കേട്ടോ. 2.25. അതിപ്പോൾ നമ്മൾ അടച്ച് വെക്കുമ്പോൾ ആ വെള്ളമല്ലേ ഈ റവ അങ്ങ് വലിച്ചെടുത്തോളൂ. അപ്പോൾ ഇത് നല്ലതായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റ് ആവുമേ. ഞാനിപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത്. പണ്ട് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന കപ്പിൻ്റെ അളവിൽ എത്ര റവയുണ്ടോ അത്രയും വെള്ളമായിരുന്നു എടുക്കുന്നത്. ഇപ്പം ഞാൻ പക്ഷേ കുറച്ച് കൂട്ടി വെക്കും. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു
1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മതി, ഒരുപാട് വേണ്ട. ഇനി ഇതൊന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ചപ്പോഴേ നമുക്കിതിലേക്ക് ഞാൻ ഈ മാറ്റി വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ചേർക്കുന്നതിനനുസരിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ കട്ട പിടിക്കും. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് തിളച്ചു തുടങ്ങിയപ്പം. ഇനി നമുക്കത് ചെറിയ തീയിൽ അടച്ച് വെച്ച്, വളരെ ചെറിയ തീ ആയിരിക്കണം, 5 മിനിറ്റ്, കറക്റ്റ് 5 മിനിറ്റ് അടച്ചു വെച്ചിരിക്കണം കേട്ടോ. ഉരുളിയൊക്കെ ആയതുകൊണ്ട് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്കൊന്ന് നോക്കും. അല്ലാതെ നിങ്ങൾ പാനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോക്കേണ്ട കാര്യമില്ല, 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചാൽ മതി. എന്നാലേ ആ ഒരു ഉപ്പുമാവിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരുത്തുള്ളൂ. കറക്റ്റ് 5 മിനിറ്റ് വെക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റായി. ഇത് നല്ലതുപോലെ അങ്ങ് ഇളക്കിയിട്ട്, അതായത് ചിക്കി തോർത്തണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ കട്ട പിടിച്ചിരിക്കും. ഇപ്പം ചെയ്യുന്നതനുസരിച്ചിരിക്കും ഉപ്പുമാവിൻ്റെ ഒരു ടെക്സ്ചർ. അപ്പോൾ ഓക്കെ, അപ്പം നമ്മളിത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ കിച്ചണി ഉണ്ടല്ലോ ഭയങ്കര ഒരു മണമാണ്. ഇഞ്ചി എല്ലാം കൂടെ ഈ നെയ്ക്കകത്ത് വയറ്റിയപ്പോഴൊരു മണമുണ്ടല്ലോ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ഉപ്പുമാവാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ കാണാനും നല്ല രസമാണ് അല്ലേ, ഈ ഓറഞ്ചൊക്കെ ഇട്ടതുകൊണ്ട് ഇടയ്ക്കൊരു ഓറഞ്ച് കളറൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പും അതുപോലെ ആ മധുരവും കൂടെ ചേർന്നൊരു കറക്റ്റ് ഒരു ബാലൻസ്ഡ് ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് പോലും നോക്കാറില്ല, അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉപ്പൊക്കെ ആ ഒരു ഇട്ടതുപോലെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ. ഒരുപാട് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, ആ ഒരു പരുവത്തിൽ കിട്ടും. അപ്പം ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തോ കോമ്പിനേഷൻ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ. ചിലർ ഇതിൻ്റെ കൂടെ വെറുതെ പഞ്ചസാര കൂട്ടി കഴിക്കും, ചിലർ കറി കൂട്ടി കഴിക്കും. അല്പം എരിവൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിതിൻ്റെ കൂടെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഇഷ്ടം കേട്ടോ. ഓംലെറ്റും ഉപ്പുമാവും കൂടെ ഞാൻ ഈ ബെഹറിനി വന്ന സമയത്ത് ഒരു കോമ്പിനേഷൻ ഒരാളുടെ കയ്യിൽ നിന്ന് കേട്ടതാണ്. അന്ന് പോലെ ഞാൻ ഇതിൻ്റെ കൂടെ എപ്പോഴൊരു ഓംലെറ്റ് ഉണ്ടാക്കും. കുറച്ച് കുരുമുളകൊക്കെ കൂട്ടിയിട്ട് 2 മുട്ട എടുത്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കും. അപ്പോഴൊക്കെ വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.